ഡ്രൈവ് ഡിമാൻഡ്, ലിമിറ്റ് സപ്ലൈ, ഇൻക്രീസ് പ്രൈസ്. നമ്മൾ എപ്പോഴും ഡിമാൻഡ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഡിമാൻഡ് ഇല്ല എങ്കിൽ, സപ്ലൈ ലിമിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് പ്രൈസ് കൂട്ടി വെക്കാൻ സാധിക്കില്ല. പ്രൈസ് കൂട്ടി വെക്കാതെ ലാഭം കിട്ടില്ല. ഏത് പ്രൊഡക്റ്റും പ്രൈസ് കൂട്ടി വെക്കണമെങ്കിൽ ഡിമാൻഡ് കൂട്ടണം. അതിന് ഡിമാൻഡ് കൂട്ടണമെങ്കിൽ സപ്ലൈ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഏതൊരു വണ്ടിയും പുതുതായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അവർ 1-2 ലിമിറ്റഡ് എഡിഷൻ മാത്രമേ ഇറക്കൂ. എന്തുകൊണ്ടാണ്? ആ പ്രൊഡക്റ്റ് 6 മാസമോ 7 മാസമോ 1 കൊല്ലമോ ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് ലഭ്യമാകുക എന്ന് പറയുന്ന സമയത്താണ് അത് സപ്ലൈ ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ വാല്യൂ കൂട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാല്യൂ കിട്ടുക. നമ്മൾ എന്നും അവൈലബിളായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് വാല്യൂ ഉണ്ടാവില്ല. ഏതോ ഒരു ഫിലിം സ്റ്റാർ ഡെയിലി തട്ടുകടയിൽ വന്ന് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തട്ടുകടയിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടും. പിറ്റേ ദിവസം അദ്ദേഹം വരികയാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. ഡെയിലി വരുന്ന സമയത്ത് പറയും, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇപ്പോൾ അവിടെ തിരിഞ്ഞളിക്കാന്ന് പറയും. അപ്പോൾ അവിടെ വാല്യൂ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിമാൻഡ് കൂട്ടിയാൽ മാത്രമേ പ്രൈസ് വാല്യൂ കൂട്ടാൻ പറ്റും. അവിടെയാണ്. അപ്പോൾ സപ്ലൈ കുറയ്ക്കുക, അപ്പോൾ അവൈലബിലിറ്റി കുറയ്ക്കുക, ഈ അവൈലബിലിറ്റി കുറയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഏത് വസ്തുവിനും പ്രൊഡക്റ്റിനും ഒക്കെ വാല്യൂ ഉണ്ടാവുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.